ഒരു സ്ത്രീ ഏറ്റവും സന്തോഷവും സുഖവും അനുഭവിക്കുന്നത് അവളെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ കൂടെ കഴിയുമ്പോഴാണ്. വിവാഹം കഴിയുന്നതോടെയാണ് അവളുടെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ആരംഭം കുറിക്കപ്പെടുന്നത്. എല്ലാവർക്കുമല്ല. നന്മയും സത്യവും ധർമ്മവും കരുണയും ഈശ്വരവിശ്വാസവുമുള്ള ഒരു ഭർത്താവിനെ കിട്ടുന്ന ഏതൊരു സ്ത്രീയും പുണ്യം ചെയ്തവളാണ്, ഭാഗ്യമുള്ളവളാണ്. അതല്ലാത്തവരുടെ ജീവിതം നരകതുല്യമായിരിക്കും. ഒരു ദിവസം പോലും അവൾക്ക് മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകില്ല. ഭർത്താവിൽ നിന്നും ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇനി മക്കളിൽ നിന്ന് സുഖം കിട്ടുമായിരിക്കും എന്നൊരമ്മ വിചാരിക്കും. എന്നാൽ മക്കളിൽ നിന്ന് കിട്ടുന്നത് അതിനേക്കാൾ ദുഃഖമായിരിക്കും. സ്വയം പരമാത്മാവായ ശ്രീകൃഷ്ണൻ്റെ അമ്മയോളം ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീയും ഉണ്ടാകില്ല. സ്വന്തം മക്കളായ 6 പേരെ സഹോദരനായ കംസൻ നിർദ്ദയം കൊല ചെയ്തു. ഇവിടെ പരമശത്രു ആര്? സ്വന്തം സഹോദരൻ. എപ്പോഴും നമ്മുടെ സ്വന്തം രക്തബന്ധങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ശത്രു, നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ. ഇതിൽ പരം ഒരു ദുഃഖം അമ്മയ്ക്കുണ്ടാകാനുണ്ടോ? ഭഗവാന്റെ അമ്മയായിട്ടും ദേവകി ദുഃഖം അനുഭവിച്ചു. അത് മുൻജന്മ കർമ്മഫലം, പാപത്തിൻ്റെ ഫലമാണ്. ലങ്കാധിപതി രാവണൻ്റെ ഭാര്യ മണ്ഡോദരി സ്വയം നാരായണ അനുഗ്രഹത്താൽ ജന്മം കൊണ്ടവൾ. രാവണനെ വിവാഹം കഴിച്ചിട്ട് മണ്ഡോദരിക്ക് സുഖവും സന്തോഷവും കിട്ടിയിട്ടുണ്ടോ? സ്വന്തം കുടുംബത്തിൻ്റെ നാശം കാണേണ്ടി വന്നു. നമ്മൾ ഈ ജന്മത്തിൽ എന്തെല്ലാം ദുഃഖം അനുഭവിച്ചാലും അത് മുൻജന്മ കർമ്മഫലമായിട്ടാണെന്ന് മനസ്സിലാക്കണം. അവിടെ വേദനിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല. ഇനിയുള്ള ജീവിതമെങ്കിലും ഈശ്വര വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പുണ്യപ്രവർത്തികൾക്കും വേണ്ടി മാറ്റിവെക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.